മറ്റേ ആറാട്ടെണ്ണ എന്ന് വിളിക്കുന്ന ഒരുത്തനല്ലേ, നന്ദു ചേട്ടനല്ലേ, പുള്ളി ചായ കുടിച്ചോണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ആ പുള്ളിയുടെ നിന്നിട്ട് കൈ കൊടുത്തിട്ട് പോകുന്നതിന് പുള്ളിയുടെ തോളിൽ ഇങ്ങനെ പാറ്റ് ചെയ്യുന്നു. ഞാൻ നന്ദു ചേട്ടനെ കണ്ടപ്പോ ചോദിച്ചു, നന്ദു ചേട്ടൻ പുറത്ത് തട്ടിയ സ്പോട്ട് ചെവിക്കല്ലടിച്ച് പൊട്ടിക്കണ്ടേന്ന് ചോദിച്ചു. എന്നിട്ട് പുള്ളി അവനെന്തോ തിരിഞ്ഞെന്ന് പറഞ്ഞിട്ട് ഇവരൊക്കെ മറ്റേ തിരുവനന്തപുരം മാഫിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി തിരുവനന്തപുരം സ്റ്റൈലാണ്. ആ ഗ്യാങ് അല്ലേ മോഹൻലാൽ പ്രിയദർശൻ ഗ്യാങ്. ഇതാണ് ആറാട്ടെണ്ണം പറഞ്ഞ സാധനം. അല്ലാതെ പുള്ളി എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് എല്ലാ ദിവസവും എല്ലാ വീഡിയോയിലും എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ വീഡിയോ കാണുന്ന നിങ്ങൾ ആരെങ്കിലുമൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടണിൽ ഒരു ക്ലിക്ക് വെച്ച് കൊടുക്കുക. ഇപ്പോഴും മുന്നോട്ടുള്ള യാത്രയിൽ എനിക്ക് നിങ്ങളുടെ സഹായം തീർച്ചയായിട്ടും ആവശ്യമാണ്. അപ്പോൾ കൂടുതൽ ആഘടിപ്പിക്കുന്നില്ല, നേരെ നമ്മുടെ വിഷയത്തിലേക്ക് കടക്കാം. നമ്മുടെ ഈ വിഷയം സംഭവിച്ചിട്ട് ഇപ്പോൾ ഒരു 3-4 ദിവസമായി. നമ്മുടെ തരികിട സാബു എന്ന് പറയാം, ബിഗ് ബോസ് സാബു, ബമ്പർച്ചിരി സാബു, എന്തോ ഒരു സാബു. ഈ സാബു ആറാട്ടെണ്ണനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയുകയുണ്ടായി. അത് പല ആൾക്കാരും പല അഭിപ്രായത്തിൽ അവരുടേതായ കാര്യങ്ങളിൽ എക്സ്പ്ലെയിൻ ചെയ്തു. ആറാട്ടെണ്ണനെ സപ്പോർട്ട് ചെയ്ത് കുറച്ച് ആളുകൾ വന്നു, സാബു മോനെ സപ്പോർട്ട് ചെയ്ത് കുറച്ച് ആളുകൾ വന്നു. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് കണ്ടു നോക്കാം എന്താണ് ഇതിൽ ശരിയായ സംഭവം എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം സാബു പറയുന്നത് കേട്ട് നോക്കാം. അതിന്റെ പേര് മറ്റേ ആറാട്ടെണ്ണ എന്ന് വിളിക്കുന്ന ഒരുത്തനല്ലേ, അവൻ ഒരു ദിവസമേ ഞാനൊരു വീഡിയോ ക്ലിപ്പ് കണ്ടേ, നന്ദു ചേട്ടനല്ലേ, പുള്ളി ചായ കുടിച്ചോണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ആ പുള്ളിയുടെ നിന്നിട്ട് കൈ കൊടുത്തിട്ട് പോകുന്നതിന് പുള്ളിയുടെ തോളിൽ ഇങ്ങനെ പാറ്റ് ചെയ്യുന്നു. ഞാൻ നന്ദു ചേട്ടനെ കണ്ടപ്പോ ചോദിച്ചു, നന്ദു ചേട്ടൻ പുറത്ത് തട്ടിയ സ്പോട്ട് ചെവിക്കല്ലടിച്ച് പൊട്ടിക്കണ്ടേന്ന് ചോദിച്ചു അവന്റെ. അപ്പൊ നന്ദു ചേട്ടൻ എടുത്ത് പറഞ്ഞു, എടാ ഞാൻ വല്ലതും അത് ചെയ്തിട്ട് വേണം ഇനി ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നവന്മാരെല്ലാം കൂടെ എന്നെ തെറി വിളിച്ച് എടാ അത് വേറൊരു ലോകമാടാ, ഞാൻ എന്തോ ചെയ്യാനാ എന്ന് ഹോയിസി എന്റെ വല്ലതും പുറത്താണ് തട്ടുന്നത് ചെപ്പടിച്ചും തിരിച്ചളഞ്ഞു. അവൻ എന്ത് അധികാരമാണുള്ളത് ഒരു മനുഷ്യന്റെ ശരീരത്തിലേക്ക് കടന്നു കയറാൻ? നിങ്ങൾ കുറെ പേര് ചേർന്നിട്ട് ഏതോ ഒരു ഊളന് ഈസ് മെന്റലി അൺസ്റ്റേബിൾ ഒരാളെ ഇങ്ങനെ കൊണ്ടുവന്ന് വെക്കുകയാണ്. എന്നിട്ട് അയാള് ഒരാളുടെ പേഴ്സണൽ സ്പേസിനകത്ത് കടന്ന് അയാളുടെ തോളി തട്ടിയിട്ട് പോവുകയാണ്. അത് നന്ദുചേട്ടൻ സഹിക്കണം എന്ന് പറഞ്ഞാൽ നന്ദുചേട്ടന്റെ ടെൻഷൻ ഇതാണ്, എടാ ഞാൻ ഇനി വല്ലതും പ്രതികരിച്ചു കഴിഞ്ഞാൽ ഇവരെല്ലാം കൂടി ഇതാവർ ആണ്. എന്നിട്ട് പുള്ളി അവനെന്തോ തിരിഞ്ഞെന്ന് പറഞ്ഞിട്ട് ഇവരൊക്കെ മറ്റേ തിരുവനന്തപുരം മാഫിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നന്ദുചേട്ടന് എന്ത് മാഫിയ? ഒരു മര്യാദ വേണ്ടേ? നിങ്ങൾക്ക് കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇങ്ങനത്തെ കുറെ വീർഡ് ആയിട്ടുള്ള കുറെ മനുഷ്യരെ കൊണ്ടുവച്ചിട്ട് യു പീപ്പിൾ കോൾ ദം സെലിബ്രിറ്റീസ്. സെലിബ്രിറ്റി എന്ന് പറയുമ്പോൾ അറിയപ്പെടുന്ന ആളുകളുടെ ഇംഗ്ലീഷ് വിശേഷണമാണ് സെലിബ്രിറ്റി. സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന ആളുകൾ അങ്ങനെ ഉണ്ടെങ്കിൽ ഓക്കെയാണ്. പക്ഷെ ഒരാളുടെ ശരീരത്തിലേക്ക് കടന്നു കയറാൻ ഈ പറയുന്ന ആർക്ക് അധികാരമുള്ളത്? പുള്ളി എന്ന് ആളുകൾക്ക് പുള്ളിക്ക് ഷേക്കാൻഡ് കൊടുക്കണം എന്നുള്ളത് നിർബന്ധമുള്ള കാര്യമാണോ? പുള്ളി ചെല്ലുമ്പോ എല്ലാ നടിമാരും ഇതാണോ? നിത്യ മേനോൻ എന്ന് പറയുന്ന ഒരു നടിയെ നിരന്തരമായിട്ട് എന്റെ വീട്ടിലെ പെങ്കൊച്ചിനെ വല്ലതാണ് ഇങ്ങനെ എതിരുന്നുണ്ടെങ്കിലുണ്ട്, ഞാൻ ഇന്ന് ജയിലിലാണ് അവനെ കൊന്നിട്ട്. ആ പെൺകുട്ടി നിരന്തരമായിട്ട് ഫോൺ ചെയ്ത് അവർ ഫോൺ നമ്പർ മാറ്റി പോയാണ്. അവര് എത്രയോ ഫോൺ നമ്പേഴ്സ് ബ്ലോക്ക് ചെയ്ത് കളഞ്ഞു എന്ന് പറഞ്ഞു. അവർക്ക് ജീവിക്കാൻ പറ്റാത്ത രീതിയിലായിട്ടുണ്ട്. നിങ്ങൾ ആ പെൺകുട്ടിയുടെ സ്ഥാനത്ത് നിന്ന് എപ്പോഴെങ്കിലും ആലോചിച്ച് നോക്കിയിട്ടുണ്ട് അതിന്റെ ഒരു തീവ്രത എന്താണെന്നുള്ളത്? ആ പെൺകുട്ടിയുടെ മുഖത്തേക്ക് എപ്പോഴെങ്കിലും ആസിഡ് അടിച്ചാലോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. നിത്യമേനോനെ ഇദ്ദേഹം ശല്യം ചെയ്ത് തികച്ചും തെറ്റായിട്ടൊരു സാധനമാണ്. അവർക്ക് ഇഷ്ടമില്ലാത്തൊരു സാഹചര്യത്തിൽ വീണ്ടും അവരെ ശല്യം ചെയ്തു എന്ന് പറയുന്നത് തെറ്റായ ഒരു പ്രവണതയാണ്. അത് എല്ലാവരും പറയുന്നുണ്ട്, അത് പുള്ളിയും പറയുന്നുണ്ട്. പുള്ളി ഇപ്പോൾ നിത്യമേനോനെ അങ്ങനത്തെ ഇതാകുന്നില്ല, എനിക്ക് അവരോടുള്ള സ്നേഹം പോയി എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിരുന്നാലും ആ ഒരു സാഹചര്യത്തിൽ അദ്ദേഹം അവരെ ശല്യം ചെയ്ത് മോശം തന്നെയാണ്. ഇതിനകത്ത് സാബുമോൻ പറയുന്നതിൽ ഒരു കാര്യം, അവർ ഒരുപാട് ഫോൺ നമ്പറുകൾ മാറ്റിയിട്ടും പിന്നെയും ഇദ്ദേഹം ശല്യം ചെയ്ത് കോൾ വന്നുകൊണ്ടിരുന്നു എന്നുള്ള കാര്യം. ഇവർ ഈ നമ്പർ മാറ്റുമ്പോൾ അതെങ്ങനെയാണ് ഈ ആറാട്ടെണ്ണം ലഭിക്കുന്നത്? അപ്പോൾ അവരുടെ കൂടെ നിൽക്കുന്നവരോ അവരെ അറിയാവുന്ന ഒരാളോ അവർ നമ്പർ മാറ്റുമ്പോൾ, ഇപ്പോൾ എൻ്റെ ഒരു നമ്പറുണ്ട്, ഞാനത് കുറച്ച് ആളുകൾക്ക് കിട്ടരുന്നിരുന്ന് മാറ്റിയിട്ട് ഞാൻ വളരെ പേഴ്സണലായിട്ടുള്ള ആളുകൾക്കായിരിക്കും അതിൻ്റെ രണ്ടാമത്തെ നമ്പർ കൊടുക്കുന്നത്. ആ നമ്പരും ഇദ്ദേഹത്തിന് കിട്ടുന്നു, അടുത്ത നമ്പർ ഇദ്ദേഹത്തിന് കിട്ടുന്നു എന്ന് പറയുമ്പോൾ
ശരിക്കും അതിനകത്തെ കൾപ്രിറ്റ് ഇവരുടെ കൂടെ നിൽക്കുന്ന ഒരാൾ തന്നെയാണ് എന്ന് പറഞ്ഞ് ഈ ആറാട്ടെണ്ണം ചെയ്തത് ശരിയാണ് എന്നൊരു കാര്യം ഞാൻ പറയുന്നില്ല. പിന്നെ അടുത്ത് പറയുന്നു ഹീ ഈസ് മെൻ്റലി അൺസ്റ്റേബിൾ. അങ്ങനൊന്നും ഒരാളെക്കുറിച്ച് വന്നിരുന്ന് പറയില്ല. പിന്നെ അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഒരാളെ തോളത്ത് പാറ്റ് ചെയ്തതിന് അടിക്കും എന്ന് പറയുന്നത്, ഈ തോളത്ത് പാറ്റ് ചെയ്ത് ആറാട്ടെണ്ണനായോണ്ടല്ലേ ഈ അടിക്കും എന്ന് പറയുന്നത്. അതേസമയത്ത് ഒരു മോഹൻലാൽ ആയിരുന്നെങ്കിലോ ടൊവിനോ ആയിരുന്നെങ്കിലോ അതും പോട്ട് സിനിമാ ലോകത്തേക്ക് വന്ന ഒരു അത്യാവശ്യം പേരുള്ള ഒരാളാണെങ്കിൽ കുഴപ്പമില്ലേ. യു കോൾ ഹിം സെലിബ്രിറ്റീസ്. ഈ സിനിമാ ലോകത്തുള്ളവർ മാത്രമല്ല സെലിബ്രിറ്റീസ്, അയാൾ ഒരു തരത്തിൽ സെലിബ്രിറ്റി തന്നെയാണ്. അദ്ദേഹം സിനിമ റിവ്യൂ പറഞ്ഞ് സെലിബ്രിറ്റിയായി ആ ഫെയിം നിലനിർത്താനായിട്ട് അയാൾ പലതും കാണിക്കുന്നുണ്ട്. അയാൾ കാണിക്കുന്ന പല കാര്യങ്ങളോട് എനിക്ക് എതിർപ്പുമാണ്. ഈ തോളത്ത് തട്ടിയത് അത്ര വലിയ തെറ്റാണെന്ന് തോന്നുന്നില്ല. പിന്നെ ഈ ഷെയ്ക്കാൻഡ് കൊടുക്കുന്ന കേസ്, അതിലേക്ക് നമുക്ക് വരാം. ഷെയ്ക്കാൻഡ് കൊടുക്കുന്ന കേസിനകത്തും പറയുന്നത് അയാൾക്ക് എല്ലാവരും ഷെയ്ക്കാൻഡ് കൊടുക്കണമെന്നുണ്ടോ? തീർച്ചയായിട്ടും ഇല്ല. എത്ര പേര് അയാൾക്ക് ഷെയ്ക്കാൻഡ് കൊടുക്കാതെ പോയിരിക്കുന്നു. അദ്ദേഹം ചെയ്യുന്നത് സിനിമാ നടിമാർക്ക് പോയി ഷെയ്ക്കാൻഡ് കൊടുക്കുക എന്നുള്ളതല്ല. പുള്ളിയുടെ മെയിൻ ഇൻറ്റൻഷൻ എന്ന് പറഞ്ഞാൽ പുള്ളി കാണിക്കാൻ ആഗ്രഹിക്കുന്നത് ഞാനൊരു വലിയ സംഭവമാണ്, എനിക്ക് സിനിമാ ലോകത്ത് ഭയങ്കരമായ ബന്ധങ്ങളുണ്ട്, അപ്പോൾ എല്ലാ സിനിമാ താരങ്ങളെ എനിക്കറിയാം. ഇതാണ് അദ്ദേഹം കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇദ്ദേഹം സിനിമാ നടിമാർക്ക് മാത്രമല്ല ക്ഷയിക്കാൻ കൊടുക്കുന്നത്, എല്ലാവർക്കും കൊടുക്കും. സിനിമാ നടിമാർക്കും നടന്മാർക്കും പോപ്പുലറായിട്ടുള്ള എല്ലാവർക്കും കൊണ്ട് ഇദ്ദേഹം ക്ഷയിക്കാൻ കൊടുക്കും. ഈ നടിമാർക്ക് കൊടുക്കുന്ന അല്ലെങ്കിൽ നടിമാർ തിരിച്ചു കൊടുക്കാതിരിക്കുന്ന ക്ലിപ്പുകൾ മാത്രമാണ് ഈ സോ കോൾഡ് മീഡിയാസ് പുറത്തു വിടുന്നത്. പിന്നെ മറ്റൊരു കാര്യം ഇദ്ദേഹം പറയുന്നുണ്ട്, ഈ തിരുവനന്തപുരം മാഫിയ ആണ് എന്ന് പറഞ്ഞ കേസ്, നന്ദുചേട്ടൻ്റെ തോളത്ത് തട്ടിയ സംഭവം. നമുക്കേതായാലും ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഈ നന്ദുചേട്ടൻ്റെ തോളത്ത് തട്ടിയ തിരുവനന്തപുരം മാഫിയ കേസ്. ഇയാള് ഭയങ്കര ഫാനാണ്. ഞാൻ ലാൽസാറിനെ നോക്കി ഇവിടെ ആക്റ്റീവല്ല. പണ്ട് കുറച്ച് പാടിയാണ് ലോയിഡിൽ നാച്ചാന്ന് പറയാം. ജാടിയാണ് ഞാൻ തിരുവനന്തപുരം സ്റ്റൈലാണ്. തിരുവനന്തപുരം സ്റ്റൈലാണ് ആ ഗ്യാങ്ങല്ല. പുള്ളി തിരുവനന്തപുരം സ്റ്റൈലാണ്. ആ ഗ്യാങ് അല്ലേ മോഹൻലാൽ പ്രിയദർശൻ ഗ്യാങ്. ഇതാണ് ആറാട്ടെണ്ണം പറഞ്ഞ സാധനം. അല്ലാതെ പുള്ളി മറ്റേ തിരുവനന്തപുരം മാഫിയാണെന്നൊന്നും അല്ല പറഞ്ഞിരിക്കുന്നത്. പിന്നെ തോളത്ത് തട്ടിയ കേസ്, അദ്ദേഹത്തോട് സംസാരിക്കാൻ താല്പര്യമില്ലെങ്കിൽ ഈ ആളുകൾ ഇപ്പം നിസാര സൗബിൻ തന്നെ സംസാരിക്കാൻ താല്പര്യമില്ലെന്ന് കാണിച്ചപ്പോഴത്തേനും പുള്ളി താല്പര്യമില്ലെന്ന് കാണിച്ചു കഴിഞ്ഞാൽ അപ്പോഴും പിന്നോട്ട് മാർത്തിക്കും. പിന്നെ രാത്രി വന്ന് ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ എങ്ങാണ്ട് ഷൗബിൻ ഭയങ്കര ജഡന്യ അഹങ്കാര മണ്ണ് എന്നൊക്കെ പറയുമെങ്കിലും ഒരാൾ താല്പര്യം കാണിച്ചില്ല ഇയാൾ പോയി മിണ്ടുന്നൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഈ തോളത്ത് പാറ്റ് ചെയ്ത കേസ്, അതിലേക്ക് നമുക്ക് വരാം. ആദ്യം നമുക്ക് ധർമ്മജൻ ബോൽഗാട്ടി ആയിട്ടുള്ള ആറാട്ടണ്ണൻ്റെ ഒരു വീഡിയോ കാണാം. നിങ്ങൾ ആറാട്ടണ്ണനെ ശ്രദ്ധിച്ചോണം, അദ്ദേഹത്തിൻ്റെ ചേഷ്ടകൾ ശ്രദ്ധിച്ചോണം. ജ്യൂസ് കൊടുത്ത ജ്യൂസ് രണ്ട് തവണ പുറത്ത് തട്ടി. ഇനി ഷൈൻ ടോം ചാക്കോനായിട്ടുള്ള ഇദ്ദേഹത്തിൻ്റെ ഒരു സംഭാഷണം ഒന്ന് കാണാം. നിങ്ങൾ ആറാട്ടണ്ണൻ്റെ ചേഷ്ടകൾ ശ്രദ്ധിച്ചോണം. അയാൾ തോളത്ത് നിന്ന് ബഠാന്ന് അടിക്കുമല്ല, തട്ടി വിളിക്കുകയാണ്. അല്ലെങ്കിൽ പോകുമ്പോൾ ശരി പൊക്കോട്ടെ എന്നുള്ള സാധനത്തിലാണ് അയാൾ ചെയ്യുന്നത്. അല്ലാതെ ഇറിറ്റേറ്റ് ചെയ്യുന്ന തരത്തിലൊന്നും അല്ല അയാൾ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ സാബുവും പറഞ്ഞ മറ്റൊരു കാര്യം, ദീസ് കൈൻഡ്സ് ഓഫ് വിയേർഡ് പീപ്പിൾ യു കോൾ ദം സെലിബ്രിറ്റീസ്. വിയേർഡ് ഷോയിലൂടെയാണ് മിസ്റ്റർ സാബുമോൻ താങ്കൾ കയറി വന്നത്. വൺസ് അപ്പോൺ എ ടൈം എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം, മറ്റൊരാളുടെ ശരീരത്തിലേക്ക് കടന്നു കയറാൻ എന്ത് അവകാശമുണ്ട് എന്ന് ചോദിക്കുന്ന സാബുമോൻ ഒരു സമയത്ത് ചെയ്തിരുന്ന പ്രോഗ്രാമുകൾ മുഴുവൻ മറ്റൊരാളുടെ ജീവിതത്തിലേക്കും മറ്റൊരാളുടെ ശരീരത്തിലേക്കും കടന്നു കയറുന്ന പ്രോഗ്രാമുകൾ തന്നെയായിരുന്നു. ഈ തരികിട എന്ന് പറയുന്ന പ്രോഗ്രാം എന്താണ്? ഒളിഞ്ഞിരുന്ന് ഒളിക്യാമറ വെച്ച് ഒരാളെ പറ്റിച്ച് അയാളെ മെൻ്റലി ഹറാസ് ചെയ്ത്
പറ്റുമെങ്കിൽ അയാളെ ഒന്ന് ഉന്തി തള്ളി മറ്റൊരാളുടെ ശരീരത്തിലേക്ക് കടന്നു കയറുന്ന സാധനം തന്നെയല്ല നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. നല്ല രീതിയിൽ ഒരാളുടെ ലൈഫ് മുന്നോട്ട് പോകുമ്പോൾ അതിനകത്തേക്ക് ഒരു ബാരിയർ പോലെ കയറി വന്ന് അദ്ദേഹത്തിൻ്റെ ആ ലൈഫിനെ പബ്ലിക്കിൻ്റെ മുമ്പിൽ അദ്ദേഹത്തിന് മോശക്കാരനായിട്ട് ചിത്രീകരിക്കുന്ന ഒരു വിയേർഡ് ഷോയിലൂടെ സെലിബ്രിറ്റി ആയ ഒരാളാണ് സാബുമോൻ എന്ന് പറയുന്നത്. വൺസ് അപ്പോൺ എ ടൈം എന്ന് പറയുന്ന സാധനം ഇത് തന്നെയാണ്. പക്ഷേ അതിന് പുള്ളി പറയുന്നൊരു എക്സ്പ്ലനേഷൻ അത് തെറ്റാണ്, പക്ഷേ ഞാൻ ഇപ്പോൾ അത് ചെയ്യുന്നില്ല, അന്ന് ഞാൻ ചെയ്തിരുന്നു, അത് അങ്ങനെയാണ് ഇങ്ങനെയാണ്. സിനിമാ താരമായപ്പോഴത്തേനും വി ആർ ദ സെലിബ്രിറ്റീസ്, അവരൊരു നാലാം കട സെലിബ്രിറ്റീസ് എന്നുള്ള കാര്യമാണ് പറയുന്നത്. സെലിബ്രിറ്റി എന്ന് പറഞ്ഞ എക്സ്പ്ലനേഷൻ നിങ്ങൾ തന്നെ പറയുന്നുണ്ട്. നാലാൾ അറിയപ്പെടുന്ന ഒരുത്തൻ, ഇയാൾ അങ്ങനെ അറിയപ്പെടുന്ന ഒരാളാണ്. നിങ്ങൾ സിനിമയിലേക്ക് കയറി അങ്ങ് പോയി, ഇയാൾ റിവ്യൂയിലേക്ക് വന്നു, ഇയാൾ ഈ വന്നിരുന്ന് അവരിക്കൂട്ടാണ്, അന്നർക്കലി ഹോട്ടാണ് എന്നൊക്കെ പറയുന്നത്, ആ സാധനമാണ് പുള്ളിക്ക് വ്യൂവർഷിപ്പ് ഉള്ളത്, അതാണ് അയാൾക്ക് കാണുന്നത്. അയാൾ വേറെ ഒത്തിരി ഇടുന്നുണ്ട്, എൻ്റെ തിയറി ഇതാണ്, എൻ്റെ സിദ്ധാന്തം ഇതാണെന്നൊക്കെ പറഞ്ഞ് കുറേ സാധനങ്ങൾ ഇടുന്നുണ്ട്, അതിനൊന്നും വ്യൂവേഴ്സ് ഇല്ല. ബേസിക്കലി നിങ്ങളൊരു സിനിമ ഇറക്കിയിട്ട് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാനല്ലേ അത് ചെയ്യുന്നത്. ഒരു സാധനം എത്തത്തില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങളത് സിനിമയൊക്കെ ചെയ്യുമോ? നിങ്ങളൊരു ഷോ ചെയ്യുന്നു, ഒരു ഷോ ആങ്കർ ചെയ്യുന്നു, അല്ലെങ്കിൽ നിങ്ങളൊരു ഷോ അവതരിപ്പിക്കുന്നു, നിങ്ങൾ അതിൻ്റെ ഡയറക്ടർ ആവുന്നു, നിങ്ങൾ ആ ഷോ കൂടുതൽ ആളുകൾ കാണുന്ന സാധനമല്ലേ എത്തിക്കാൻ ശ്രമിക്കും, അല്ലാതെ ഈ ഷോ ഹിറ്റായില്ലെന്ന് ഉറപ്പുണ്ടായിട്ട് നിങ്ങളത് ചെയ്യില്ലല്ലോ. അതുപോലെ തന്നെ പുള്ളി ചെയ്യുന്ന റിവ്യൂ ആണ് പുള്ളിക്ക് ഹിറ്റാകുന്നത്, അത് തന്നെയാണ് പുള്ളി മാറ്റിയും തിരിച്ചും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി ഈ സാബുമോൻ പറഞ്ഞ അടുത്തൊരു സംഭവം കൂടെ കേൾക്കാം, സാബുമോൻ്റെ ഇൻ്റർവ്യൂ ആയിട്ട് ബന്ധപ്പെട്ട്. ജീവിക്കുന്നത് ഈ നിങ്ങൾ കാണിക്കുന്ന സാധനമൊക്കെ ഭയങ്കര നിങ്ങൾക്ക് തമാശയായിരിക്കും, പക്ഷെ ഇത് മനുഷ്യരുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ച് എന്താണ് നിങ്ങൾ ആലോചിക്കാത്തത്? നമ്മൾ അപ്പുറത്തെ സൈഡിൽ കൂടെ നിന്നൊന്ന് ആലോചിക്കേണ്ട കാര്യം, നിങ്ങൾ അല്ലെങ്കിലും നിങ്ങൾ അങ്ങനെ, അതായത് ജേർണലിസ്റ്റ് അല്ലെങ്കിലും നിങ്ങൾ സ്വയം അവകാശപ്പെടുന്നത് നിങ്ങൾ ജേർണലിസ്റ്റുകളാണെന്നാണല്ലോ. ഈ മറ്റൊരാളുടെ സൈഡിൽ നിന്ന് ചിന്തിക്കണം എന്ന് പറയാൻ യാതൊരു അർഹതയും യോഗ്യതയും ഇല്ലാത്ത ഒരാളാണ് മിസ്റ്റർ സാബുമാൻ. നിങ്ങൾ അവതരിപ്പിച്ചിരുന്ന തരികിട എന്ന് പറയുന്ന പ്രോഗ്രാം, വൺസ് അപ്പോൺ എ ടൈം എന്ന് പറയുന്ന പ്രോഗ്രാം, മറ്റൊരാളുടെ സൈഡിൽ നിന്ന് ചിന്തിക്കാതെ അയാളെ മെൻ്റലി എത്രത്തോളം വലിച്ചു കീറാൻ പറ്റുമോ അങ്ങനെ വലിച്ചു കീറി ഷോ ചെയ്ത് ആ ഷോയിലൂടെ പോപ്പുലറായി കയറി വന്ന ഒരാളാണ് നിങ്ങളൊരു കാരണവശാലും മറ്റൊരാളുടെ സൈഡിൽ നിന്ന് ചിന്തിക്കുന്ന എമ്പതി എന്ന വാക്കിനെ കുറിച്ച് പറയാൻ പാടില്ല. എമ്പതി ആണല്ലോ അയാളുടെ സൈഡിൽ നിന്ന് ചിന്തിക്കുക എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് പറയാൻ യാതൊരു യോഗ്യതയില്ലാത്ത ആളാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അതൊരു ഉപജീവന മാർഗ്ഗം, അല്ലെങ്കിൽ ആൾക്കാരെ പിടിച്ചു നിർത്താൻ ചെയ്ത സാധനം, അല്ലെങ്കിൽ എൻ്റർടൈൻമെൻറ്റ് പർപ്പസായിട്ട് ചെയ്ത സാധനം. മറ്റൊരാളെ സെയിം സാധനം ചെയ്യുമ്പോഴത്തേനും അത് പുച്ഛം, വിയേർഡായിട്ടുള്ള ആൾ, യു കോൾ ദം സെലിബ്രിറ്റീസ്, മറ്റൊരാളുടെ സൈഡിൽ നിന്ന് ചിന്തിക്കേണ്ട. ഇനി ഇതിന് ആറാട്ടെണ്ണം കൊടുത്ത മറുപടിയും കൂടെ കാണാം. ഇന്നലെ ഷാബുമോൻ എന്നെ കുറിച്ച് പറഞ്ഞ വീഡിയോ ഞാൻ കണ്ടു, ഒരു റൈറ്റപ്പ് കണ്ടു. ഇയാൾ എന്ത് മനസ്സിലാക്കിയിട്ടാണ് സംസാരിക്കുന്നത് മനസ്സിലാവണില്ല. എനിക്ക് ഇയാളോട് കുറച്ച് റെസ്പെക്ട് ഉണ്ടായി. ഇയാളുടെ തരീര പ്രോഗ്രാമിനെ പണ്ട് കാണുകയായിരുന്നു. ഇയാൾ വിവരമുള്ള ആളൊക്കെയാണ്, അഡ്വക്കേറ്റ് ആണ്, എന്തൊക്കെയാണ്. നിത്യമേന ഐശ്വര്യ ഒരുപാട് കുറിച്ചപ്പെട്ട ആളാണ് ഞാൻ. അവരിവിടെ വന്ന് പറഞ്ഞ കാര്യമാണ് നിങ്ങൾ കേൾക്കുന്നത്. അവർ കണ്ണം പറഞ്ഞിട്ടില്ല, പക്ഷേ അവർ ചുറ്റുള്ള ആൾക്കാർ പറഞ്ഞാണ് അവർ പറയുന്നത്. അയാൾ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ നമ്മളെല്ലാം മണ്ടന്മാരാവുന്നതാണ് പറഞ്ഞത്. ഇയാൾ പറയും എനിക്ക് മാനസികമായിട്ടുള്ള ഒരാളെയാണോ ചെവിക്കലടിച്ച് പൊട്ടിക്കുക, അല്ലെങ്കിൽ കൊല്ലുക ചെയ്യണം. ഓക്കെ, അത് നമ്മൾ പറയാൻ വിട്ടുപോയി. സാബും പറഞ്ഞില്ലേ എൻ്റെ പുറത്താണ് പാറ്റ് ചെയ്തിരുന്നെങ്കിൽ അവൻ്റെ ചെവിക്കലടിച്ച് പൊട്ടിച്ചേനാന്ന്. മറ്റൊരാളുടെ സൈഡിൽ നിന്ന് ചിന്തിക്കുന്ന, എമ്പതിയോട് ചിന്തിക്കുന്ന സാബുമോൻ്റെ വാക്കുകളാണത്. മറ്റൊരാളുടെ സൈഡിൽ നിന്ന് ചിന്തിക്കേണ്ടതെന്ന് പറഞ്ഞ ആൾ തന്നെ പറഞ്ഞ വാക്കുകളാണ്. അവൻ എൻ്റെ പുറത്താണ് തൊട്ടിങ്ങനെ ചെവിക്കലടിച്ച് പൊട്ടിച്ചേനാന്ന്. അപ്പം നിങ്ങൾ ഈ വേദന എടുക്കുന്ന, അല്ലെങ്കിൽ നിങ്ങൾ തല്ലിക്കഴിയുമ്പോൾ വേദന അനുഭവിക്കുന്ന ആളുടെ സൈഡിൽ നിന്ന് ചിന്തിച്ചായിരുന്നോ? ഞാൻ ഈ ആറാട്ടെണ്ണം സപ്പോർട്ടറൊന്നുമില്ല, എനിക്ക് സാബുമോനെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഈ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾക്ക് പുച്ഛിക്കുവാണ് അയാളെ. മറ്റൊരു വ്യക്തിയെ, മനുഷ്യനെ അങ്ങ് പുച്ഛിച്ചോളൂ, അതിന് യാതൊരു തെറ്റുമില്ല. പക്ഷേ നിങ്ങൾക്ക് പുച്ഛിക്കാൻ അതിന് അവകാശമില്ല. നിങ്ങൾ ഇത്തരം സാധനങ്ങളിലൂടെ തന്നെ ഹിറ്റായി കയറി വന്ന ഒരാളാണ്. എന്തും ചെയ്യാം. ഹേമ കമ്മിറ്റിയിൽ എന്തൊക്കെയാണ് വന്നിരിക്കുന്നത്? ആറാട്ടിന് ചെയ്യിക്കാൻ കൊടുക്കുന്ന പ്രശ്നമുള്ളൂ. സിനിമാക്കാർക്ക് എത്ര വേണമെങ്കിലും പിടിക്കാം. ഹേമ കമ്മിറ്റി വരുമ്പോൾ അതാണല്ലോ. ഇത് ആറാട്ടെണ്ണം പറഞ്ഞതിൽ ഒരു വാലിഡ് പോയിന്റാണിത്. ഹേമ കമ്മിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് ഈ സാബുമോൻ്റെ വാ തുറന്ന് കണ്ടില്ലല്ലോ. സ്ത്രീകളുടെ കഥകിൽ മുട്ടി എന്നൊരു പ്രശ്നം വന്നപ്പോഴത്തേനും, അല്ലെങ്കിൽ സ്ത്രീകളെ ശാരീരികമായി ഉപയോഗിക്കാൻ ശ്രമിച്ചു, അല്ലെങ്കിൽ മുതലെടുക്കാൻ ശ്രമിച്ചു എന്ന് പറയുന്ന സമയത്ത് ഈ പറയുന്ന സോ കോൾഡ് വലിയ സെലിബ്രിറ്റീസ്, അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞ സെലിബ്രിറ്റീസിൻ്റെ പേരുകൾ വന്നപ്പോഴത്തേനും ഇദ്ദേഹം പ്രതികരിച്ച് കണ്ടില്ലല്ലോ. ആറാട്ടെണ്ണന് കൈ കൊടുത്താൽ, അവർ സ്വന്തം ഇഷ്ടത്തോടെ കൈ കൊടുത്താൽ, കൈ കൊടുക്കാതെ പോകുന്ന ആളെ പിടിച്ചു വെച്ചാലും ഷെയ്ക്കാണ്ട് കൊടുക്കൊന്നുമില്ല. കൈ കൊടുക്കുന്നതിനെ തെറ്റായിട്ട് കണ്ട സാബുമോൻ, അല്ലെങ്കിൽ നിത്യാമേനോനെ ശല്യം ചെയ്തത് തെറ്റായിട്ട് കണ്ട സാബുമോൻ, അല്ലെങ്കിൽ പലരുടെയും പുറത്ത് പാറ്റ് ചെയ്തത് കണ്ടത് തെറ്റായിട്ട് കണ്ട സാബുമോനെ എന്തുകൊണ്ട് ഹേമ കമ്മിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു പ്രശ്നം നടന്നപ്പോഴത്തേനും സ്ത്രീജനങ്ങളെ അവഗണിച്ച, അല്ലെങ്കിൽ അവരെ ചൂഷണം ചെയ്ത ആളുകൾക്കെതിരെ ഇത്തരത്തിലൊരു പ്രതികരണം നടത്തിയില്ല? അത് പ്രശ്നമില്ല, അത് സെലിബ്രിറ്റീസ്. ഇത് ബ്രിട്ടീഷ് ഇല്ല, ബ്രിട്ടീഷ് അവിടെ കൊണ്ടുപോയി.
ഏതായാലും എനിക്ക് സാബുമോനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ ഈ ആറാട്ടണ്ണ ഫാനൊന്നുമില്ല. ഞാൻ അദ്ദേഹത്തെ ഈ പറയുന്ന പോലെ തന്നെ ഒരു കോമഡി മനുഷ്യൻ, വന്നിരുന്ന് എന്തൊക്കെയോ കോപ്രായം കാണിക്കുന്നു പോകുന്നു, അയാൾ റിവ്യൂ ചെയ്ത് എങ്ങനെയോ പുള്ളി ഇങ്ങ് പോപ്പുലറായി. ആ പോപ്പുലാരിറ്റി പിടിച്ചു നിർത്താൻ നോക്കുന്ന ഒരാളായിട്ട് മാത്രമാണ് എനിക്ക് സാബുമോനെ ഈ ആറാട്ടണ്ണനെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇതാണ് എൻ്റെ അഭിപ്രായം. ഞാൻ ഈ ഒരു വിഷയത്തിൽ ആറാട്ടണ്ണൻ്റെ കൂടെയാണ്. സാബുമോൻ പറയുന്നത് സാബുമോൻ അത് പറയാൻ അർഹനല്ല എന്നൊരു അഭിപ്രായക്കാരനാണ് ഞാൻ. ഇത്തരം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാൻ നിങ്ങളെ വേറെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. സഭ്യമായ ഭാഷയിൽ മാത്രം രേഖപ്പെടുത്തുക. ബൈ.